മാം, ഈ വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നേരെ പോയി ഒരു ബിരിയാണി കഴിക്കും. ആ ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും ഡിസ്ട്രെസ് വരുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ല, അത് നമുക്ക് ദഹിക്കില്ല. അപ്പോൾ അത് ഡൈജഷനെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇമോഷണൽ സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ആഹാരം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ കൂടുതൽ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അരവയറിട്ട് കഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു. നിങ്ങളിപ്പോൾ ഒരു വാഷിംഗ് മെഷീനിൽ നിങ്ങൾ ബ്ലാങ്കറ്റ്സും ഇട്ടു, ബേബി ക്ലോത്ത്സും ഇട്ടു. അപ്പോൾ ഈ ബേബി ക്ലോത്ത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വാഷാവുമോ? മുഴുവൻ കുത്തിക്കയറ്റി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഡൈജഷൻ പ്രോപ്പർ ആവുമോ? അതേപോലെ തന്നെ ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ട്. നമ്മളുടെ പ്രകൃതി തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ തൊട്ടാണ് ഇരുട്ട് വീഴുന്നത്? ഒരു 7 മണി 8 മണി. ആ സമയത്ത് നമ്മൾ ആഹാരം കഴിക്കണം എന്നുള്ളതാണ്. മാം, ഈ വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നേരെ പോയി ഒരു ബിരിയാണി കഴിക്കും. ആ ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും ആ സ്ട്രെസ് റിലീഫ് ആകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു വിഷയമാണ് ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ ആഹാരം ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ട്, സ്ട്രെസ്സ് കൂടുമ്പോൾ ആഹാരം ഒന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ വരുന്ന സമയത്തും ഇതേപോലെ തന്നെ ആഹാരം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഉറങ്ങി തീർക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഉറക്കമൊന്നുമില്ലാതെ ആഹാരം കഴിക്കാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ആഹാരം അല്ലെങ്കിൽ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി, ഈ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്? ഇപ്പം പറയുകയാണെങ്കിൽ നല്ല 2 കാര്യമുണ്ട്. അനറക്സിയ നെർവോസ, ബുലിമിയ നെർവോസ എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനുണ്ട്. അതിനകത്ത് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇമോഷണൽ ഈറ്റിങ്ങിൽ പെട്ടതാണ്. അപ്പോൾ അത് ഒരു ശരിക്കുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല. അത് നമ്മൾക്ക് ഒരു ഇമോഷണലി അപ്സെറ്റ് വരുമ്പോൾ നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബിരിയാണി കഴിച്ചു എന്നുള്ളത് അല്ലാട്ടോ ഞാൻ പറയുന്നത്. ഒത്തിരി ബിരിയാണി കഴിച്ചാൽ പണിയാവും. കാരണം ചിലപ്പോൾ അവരുടെ ഇമോഷണൽ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണമാണ് ഫുഡ് എന്ന് പറയണതെങ്കിൽ അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മോഡലിങ്, അതായത് പണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും. ഒരു മോഡല് അവർ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ കഴിച്ച ആഹാരം കൈയിട്ട് ഓക്കാനിച്ചിട്ട് അവരത് കളയും. അപ്പം അവർക്ക് തിന്നാവാൻ വേണ്ടിയിട്ട്, അപ്പം അവർക്ക് തോന്നണം അവർ വെയിറ്റ് കൂടുതലാണെന്നുള്ളതാണ്. അത് വേറൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. അതായത് അവരെത്ര ഒന്നും കഴിച്ചില്ലെങ്കിലും അവർക്ക് ചുമ്മാ തോന്നണം പച്ചവെള്ളം കുടിച്ചാലും എനിക്ക് വണ്ണം വെക്കുന്നുള്ള തോന്നലിൽ അവർ സെൽഫായിട്ട് ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതും ഒരു കണ്ടീഷനാണ്, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണത്. ഈ 2 ഡിസോർഡറും ശരിക്കും പറഞ്ഞാൽ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശരിക്കുള്ള ദൈവം നമ്മളെ ദൈവം പോട്ടെ, ഒരു പ്രകൃതി സൃഷ്ടിച്ചേക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പശുവോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ നിങ്ങൾ പ്രകൃതിയിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് അസുഖം വരുമ്പോൾ എങ്ങനെയായിരിക്കും അത്, അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി അല്ലെങ്കിൽ ചത്തുപോയി, ഈ സമയത്തൊക്കെ സൈക്കോളജിക്കൽ സ്ട്രെസ് വരുമ്പോഴോ അല്ലെങ്കിൽ അതിന് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മൃഗങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അവരെന്തെങ്കിലും നമ്മൾ വെള്ളം കൊടുത്തു വെച്ചാൽ അത് തല തിരിച്ചു കളയും. അത് അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം. നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ. ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് അടിച്ച് ബിരിയാണി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പം നിങ്ങൾക്ക് വട്ടാന്ന് പറയില്ലേ? അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്ട്രെസ് വരുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ല, അത് നമുക്ക് ദഹിക്കില്ല. അപ്പോൾ അത് ഡൈജഷനെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇമോഷണൽ സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള പ്രമാണം. പിന്നെ ആൾക്കാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു രാത്രി കോഫി കുടിക്കുന്നവരുണ്ട്, ചോക്ലേറ്റ് ഈറ്റേഴ്സ് ഉണ്ട്. ഇതൊന്നും അവർക്ക് ഹെൽത്തിന് ഈ ആഹാരവുമായി ബന്ധപ്പെട്ട് ഭയങ്കര വിഷയമാണ്. ഇപ്പോൾ ചില ആളുകൾക്ക്, ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കണം, എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കണം ക്രേവിങ്സ് വരും. കൈ പൈസ ഒന്നും ഇല്ലാത്ത സമയത്താണ് കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ്സ് വരുന്നത്. പൈസ കൂടുതലുണ്ടെങ്കിൽ ഒന്നും കഴിക്കാനും തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ചില ആളുകൾക്ക് രാത്രി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അപ്പോൾ അവർ ഡയറ്റും കാര്യങ്ങളും എല്ലാം നോക്കി പോകുന്ന സമയത്ത് രാത്രിയാകുമ്പോൾ വിശക്കും, ഭയങ്കരമായിട്ട് വിശക്കും. പിന്നെ മറ്റു വിഭാഗം ആളുകളുണ്ട്, ഇതിപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഹാരം കുറയ്ക്കുന്ന ആളുകളുണ്ട്, വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആഹാരം പെട്ടെന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ഇപ്പോൾ ഡയറ്റുകൾ എങ്ങനെ വേണം ശരിയാക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ ആഹാരം കഴിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അരവയറിട്ട് കഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത് തന്നെ. നമ്മളുടെ ശരിക്കും അക്കോർഡിംഗ് ടു ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, നിങ്ങളിപ്പോൾ ഒരു വാഷിംഗ് മെഷീനിൽ നിങ്ങൾ ബ്ലാങ്കറ്റ്സും ഇട്ടു, ബേബി ക്ലോത്ത്സും ഇട്ടു.
അപ്പോൾ ഈ ബേബി ക്ലോത്ത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വാഷാവുമോ? ഈ വലിയ ബ്ലാങ്കറ്റ് ഇട്ടിട്ടുണ്ടത്, ആ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലുള്ള ചെളി മുഴുവൻ ഇതിനകത്തേക്ക് പിടിക്കുന്നു മാത്രം. എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി സ്പേസ് ഇട്ടാലല്ലേ നന്നായിട്ടത് വാഷാവുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നതും. കാരണം നമുക്ക് അതിനകത്ത് ഒരു ഇത്തിരി സ്പേസ് മുഴുവൻ കുത്തിക്കയറ്റി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഡൈജഷൻ പ്രോപ്പർ ആവുമോ? അതേപോലെ തന്നെ ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ട്. നമ്മളുടെ പ്രകൃതി തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ തൊട്ടാണ് ഇരുട്ട് വീഴുന്നത്? ഒരു 7 മണി 8 മണി എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ആഹാരം കഴിക്കണം എന്നുള്ളതാണ്. ഡിന്നർ നമ്മൾ ആ സമയത്ത് കഴിക്കണം എന്നുള്ളത്. എപ്പോൾ നമ്മുടെ പ്രകൃതി സൂര്യൻ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പം തൊട്ട് രാത്രിയായി. അന്നേരം മനുഷ്യന് ഉറങ്ങാനുള്ള സ്ക്രീൻ ഓഫായി. ആ സമയം തൊട്ട് മനുഷ്യന് ഉറങ്ങേണ്ടവനാണ്, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ടതാണ്. അതുവരെയാണ് നമ്മളുടെ എനർജി. അതായത് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് എനർജിയും കൂടുതലുള്ളത്. ആ വെളിച്ചമുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് പണിയെടുക്കുക. അതേപോലെ തന്നെ ഇരുട്ടാവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു മോഡ് ഓഫാക്കി സ്ലീപ്പ് മോഡിലേക്ക് ആക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വിശപ്പ് വരില്ല. നമ്മൾ ആ രീതിയിൽ മൈൻഡ് സെറ്റാണ് ഇത് മുഴുവൻ. ഞാൻ നേരത്തെയും അത് തന്നെയാണ് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ അതിനാണ് യോഗ വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് അതിന്. ശരിക്കും പറഞ്ഞാൽ യോഗയിൽ നമ്മൾ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ സമചിത്തതയാണ് അവിടെ കിട്ടുന്നത്. അതായത് നിങ്ങളുടെ സിമ്പതറ്റിക് ആക്ടിവിറ്റി, അതായത് സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പതറ്റിക് ആക്ടിവിറ്റി, പാരസിമ്പതറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും. ഞാൻ പറയാം, ദേ അവിടെ ഒരു പാമ്പ് എന്ന് പറയുമ്പോൾ രാഹുൽ എഴുന്നേറ്റ് 100 ഓടുന്നതാണ് സിമ്പതറ്റിക് ആക്ടിവിറ്റി. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറയും. അത് വേണം ജീവിതത്തിൽ, അത് വേണം. പാമ്പ് വന്നു സാറിൽ അതിൽ കൂടെ പൊക്കോട്ടെ എന്ന് പറയുന്നതിനെ പാരസിമ്പതറ്റിക് ആക്ടിവിറ്റി വരും. അതായത് എന്ത് സംഭവിച്ചാലും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നതാണ് പാരസിമ്പതറ്റിക്. ഇപ്പോൾ ഒരു മനുഷ്യന് ഇത് രണ്ടും വേണം. അപ്പോൾ ചില സമയത്ത് എന്താ വെച്ചാൽ ഈ സിമ്പതറ്റിക് മോഡ് ഒരു വ്യക്തിയിൽ കൂടുതലായിട്ട് കിടക്കുമ്പോഴാണ് അവർക്ക് ഒരു എന്താ പറയുക ഗ്രൗണ്ടഡ് ആവാൻ പറ്റില്ല. അവർ കണ്ണടച്ചാൽ അവർ ഇപ്പോൾ ഒരു യോഗ ക്ലാസ്സിൽ അവരെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാലും അവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറയും എനിക്ക് യോഗ ഇഷ്ടമല്ല എന്ന് പറയും. അത് യോഗ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ കണ്ടുപിടിക്കുന്നൊരു ഡിഫെൻസ് മെക്കാനിസമാണ് എനിക്കിതൊന്നും ഇഷ്ടമല്ല. നമ്മൾ ഏതൊരു സിനിമയിൽ ഗോസ്റ്റ് ഹൗസോ അതിനകത്ത് മുകേഷ് പേടികൊണ്ട് പറയുന്നുണ്ട് എനിക്ക് പ്രേതങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അത് അവർക്ക് ഇഷ്ടമല്ലാത്തതല്ല, അവർക്ക് കണ്ണടയ്ക്കാൻ തന്നെ പേടിയാണ്. സത്യം പറഞ്ഞാൽ കണ്ണടച്ച് കഴിഞ്ഞാൽ അവർക്ക് തല ഇറങ്ങും, കുറേ ചിന്തകൾ വരും, അവർക്ക് ബ്രത്ത് വർക്ക്. ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് നന്നായിട്ട് മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുന്നുണ്ട്, എനിക്ക് മാത്രമുള്ള ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ ദേ ഫീൽ മോർ ഇൻസെക്യൂർഡ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ടീച്ചറിനെയും പഴിചാരി അയാൾക്കും അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഹീ ഈസ് ഡിഫെൻഡിങ് ഹിംസെൽഫ്. ആൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗങ്ങൾ അവിടെയാണ്. ആളെന്ത് ചെയ്യും, ഒരു കൂടുതലും പുറത്തുള്ള എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിലായിരിക്കും ആൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്നർ സൈഡിൽ നമുക്ക് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒറ്റയ്ക്കിരിക്കുന്നത് പേടിയാന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഡിപ്രഷൻ വരുന്നെന്ന് പറയുന്നവരുണ്ട്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ എന്താ, അവർ മെൻ്റലി ഓക്കെ ആണോ എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അവർ പറയണം എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആകെ കൂടി തോട്ട്സ് വരുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്നതാണ് ഇപ്പോൾ 80% പോപ്പുലേഷൻ. എനിക്ക് ഒറ്റയ്ക്കിരിക്കണം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത് സെൽഫ് മീ ടൈമും ഉള്ളിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടമാണ്. ആ സമയം എൻജോയ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് അവർ ഹാപ്പിയാണ്, അവർക്ക് വേറെ മെൻ്റലി യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ, അതായത് നമ്മൾ ഇതെല്ലാം ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അല്ല, ഇതിനകത്ത് വേറൊരു വിഷയമുണ്ട്. ഇപ്പോൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പം വിശപ്പ് സഹിക്കാൻ കഴിയുന്നൊരു പരിധിയില്ല. ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഹാരമൊക്കെ മിതം ചെയ്ത് ഡയറ്റ് എടുക്കുന്ന ആളുകൾ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് വിശക്കും. വിശന്ന് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, ആ വിശപ്പിൻ്റെ വേദനയ്ക്കനുസരിച്ച് അവർക്ക് എവിടെയെങ്കിലും പോയി കഴിച്ചേ പറ്റൂ. അപ്പോൾ അത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലോ. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് ഈ ഡയറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറോപ്പതിയിലൂടെ നമുക്ക് കഴിയുന്നത്? നാച്ചുറോപ്പതി എന്ന് പറഞ്ഞിട്ട് വെജിറ്റേറിയൻ ഡയറ്റ് അല്ല. ഒന്നാമത് തന്നെ ഞാൻ കൊടുക്കുന്നത് സമ്പൂർണ്ണ ആഹാര ചാർട്ടാണ്. അപ്പോൾ വെയിറ്റ് ലോസ് വെജിറ്റേറിയൻ അല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വെജിറ്റേറിയൻ അല്ല. അപ്പം ഞാൻ ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ള ഒരു പ്രോട്ടോക്കോളിലാണ് ഞാൻ എൻ്റെ ഡയറ്റ് സെറ്റ് ചെയ്യുന്നത്. അതായത് സാധാരണക്കാരന് ചെയ്യാൻ പറ്റാവുന്നത്. കാരണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റപ്പെടും, ഈ സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെടും, അത് അവർ ചെയ്തോട്ടെ എന്നെല്ലാവരും പറയും. പക്ഷേ എല്ലാവർക്കും ഉപകാരം കിട്ടണമെങ്കിൽ നമ്മൾ വെജിറ്റേറിയനും, അതായത് വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻ്റെ ഇതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും, നോൺ വെജിറ്റേറിയന് ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് എന്താണ്, എല്ലാ ദിവസവും അവർക്കത് കഴിക്കാൻ പറ്റും.
അതേസമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറോപ്പതിയിലായിക്കോട്ടെ ആയുർവേദത്തിലായിക്കോട്ടെ എല്ലായിടത്തും അവരൊരു 41 ദിവസം കിടന്നു അല്ലെങ്കിൽ 30 ദിവസം കിടന്നു, വീട്ടിൽ ചെന്നു, ചങ്കരം വീണ്ടും തെങ്ങേ തന്നെ. അവർ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ മസാല ദോശ കഴിച്ചു, ചിക്കൻ ബിരിയാണി കഴിച്ചു, ബാക്ക് ടു അവരെ ഡീടോക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ആശുപത്രിയെ സമീപിക്കുകയാണ്, അല്ലെങ്കിൽ ആ റിട്രീറ്റിനെയോ അല്ലെങ്കിൽ റിസോർട്ടിനെയോ സമീപിക്കുകയാണ്. തിരിച്ചു വന്നിട്ടും അവർക്ക് എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ പ്രാക്ടിക്കലി ആ ജീവിതത്തിൽ കൊണ്ടുവരുന്നതെന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്ന ഫുഡ് ചാർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ ഫുഡ് ചാർട്ടുകളിൽ ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, ചില ആൾക്കാരെന്താ വെച്ചാൽ ഈ വെളുക്കും തൊട്ട് രാത്രി വരെ കഷ്ടപ്പെട്ടിട്ട് രാത്രി കൊണ്ടുപോയി കല ഉടയ്ക്കും എന്ന് പറഞ്ഞ പോലെ. ഇപ്പം നിങ്ങൾ പറഞ്ഞ എക്സാക്ട്ലി അങ്ങനെ എനിക്ക് ഒത്തിരി ക്ലയൻസ് ആ പരാതിയും പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് അവർ ക്രോണിക് ഡയറ്റിങ്ങിൽ ചെയ്ത് രാത്രിയാകുമ്പോൾ ഇവർ പൊട്ടിക്കും, അവര് രാത്രി എവിടെയെങ്കിലും പിടിച്ചേക്കാൻ പറ്റും. അപ്പൊ അവര് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലും അവർക്ക് ഇഷ്ടപ്പെട്ട, അതായത് അവരൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അവരുടെ എന്താണ് അവർ കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ളതിനെ മോഡിഫൈ ചെയ്യുവാണ് അവിടെ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, കാപ്സ് കുറച്ച് കൂടുതൽ ഫാറ്റ് പ്രോട്ടീനിലേക്ക് പോകുന്നതാണ് വെയിറ്റ് ലോസിന്റെ മന്ത്രം എന്ന് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അത് നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾ ഒരു സ്പൂൺ നെയ്യ് ഒരു ചെറിയൊരു കട്ടോരി ഒരു ബോളിൽ ഒരു സ്പൂൺ നെയ്യ് വളരെ ചെറിയൊരു ഉരുള നിങ്ങൾ കഴിക്കും. അതിൻ്റെ ആ ഒരു ഇത് ഇവിടെ മാറ്റി വയ്ക്കുക. വേറൊരു സ്ഥലത്ത് നിങ്ങൾ ഒത്തിരി എന്താ പറയണ വേറെ എന്തെങ്കിലും ഒരു ആഹാരം, ഞാനിപ്പോൾ ഇനി ആ ആഹാരം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമാവണ്ട. അപ്പോൾ ഫാറ്റും പ്രോട്ടീനും അല്ലെങ്കിൽ മുട്ട, ഇങ്ങനത്തെ ഫാറ്റ് റിച്ചോ പ്രോട്ടീൻ റിച്ചോ അല്ലെങ്കിൽ ഒരു പിടി നട്ട്സ്, കശുവണ്ടിയാന്ന് വിചാരിച്ചോ, ഈ സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ, അല്ലേ? അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത്, ഇതൊക്കെ നമുക്ക് കൂടുതൽ പിടിക്കും. അതേസമയം നിങ്ങളൊരു 2-3 ഇഡ്ഡലി കഴിക്കുകയെന്ന് വിചാരിച്ചോ, ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 9 മണിക്ക് ഇഡ്ഡലി കഴിച്ചു, 10-10:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങും. ബിക്കോസ് ഇറ്റ് ഡൈജസ്റ്റ് വെരി ഫാസ്റ്റ്. പ്രോട്ടീൻ ആയിക്കോട്ടെ ഫാറ്റ് ആയിക്കോട്ടെ കുറച്ച് നേരം കൂടി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ വെയിറ്റ് ലോസിന് പോകേണ്ടവർ മനസ്സിലാക്കേണ്ടത് അതാണ്. അതായത് ഏതാണ് കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഞങ്ങൾ നോക്കും. രണ്ടാമത് കൂടുതൽ നേരം ഊർജം കിട്ടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് നിങ്ങൾ ഒരു 3 ഓംലെറ്റ് കഴിച്ചു, അതിന് പകരം നിങ്ങളൊരു ചോറും സാധാരണ കറികളൊക്കെ കൂട്ടി കഴിച്ചു. നിങ്ങൾ തന്നെ നിങ്ങളെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പ്രോട്ടീൻ ഫാറ്റ് റിച്ച് ആണോ അതോ കാപ്സ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പം നമ്മളൊരു പായസം കൂട്ടി നല്ല മൃഷ്ടാനം നമ്മളൊരു സദ്യ കഴിച്ചു, അതിന് കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം തോന്നും. കാരണം അത് നമുക്ക് ഓവർലോഡാണ്, അത്രയും നമ്മൾ പണി എടുത്തോളണം. അതേസമയം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ രാത്രി പോയി ആഹാരം കഴിച്ചിട്ട് വരുന്നില്ലേ, അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ അവസ്ഥയും കൂടി ഒന്ന് ചോദിക്കണം. അവർക്ക് ഒന്നില്ലെങ്കിൽ അവർക്ക് ഉറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കത് ഓവർലോഡായിട്ട് ഗ്യാസും ബ്ലോട്ടിങ്ങും അടുത്ത പ്രശ്നങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യും, അവർ ഫുൾ ഫാസ്റ്റ് ചെയ്യും, എന്നിട്ട് രാത്രി വീണ്ടും ഇത് തന്നെ ചെയ്യും. അപ്പോൾ അവരുടെ ഫുള്ള് സിസ്റ്റം മെസ്സി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം അവരെന്ത് ചെയ്യണം, കുറച്ച് സാധനങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് വെരി സ്ലോ. ഈ സ്റ്റെപ്പ് നമ്മൾ വളരെ വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, അല്ലാതെ വലിയ മാറ്റങ്ങൾ ആദ്യം തന്നെ കൊണ്ടുവന്ന് ബോഡിക്ക് ഷോക്ക് ആക്കാതിരിക്കുക. ചെറിയ മാറ്റം എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാഹുലിന് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് തൊട്ട് രാഹുൽ വൈകുന്നേരം 4 മണിയുടെ ചായ ഉപേക്ഷിച്ചു. അതിന് പകരം നട്ട്സും സീഡ്സും, ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സും സീഡ്സും മാത്രമേ കഴിക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 4 കശുവണ്ടി, കുറച്ച് പിസ്ത, ബദാം, പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബോക്സ് ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. എന്നിട്ട് ഈ ചായയും ഇതിന് പകരം ഒരു 5 ദിവസം ഒന്ന് കഴിച്ചു നോക്കും. അപ്പോൾ അത് വരുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് വൈകുന്നേരം ഒരു 7 മണി ആയി കഴിഞ്ഞാൽ 8 മണി ആയി കഴിയുമ്പോൾ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിശപ്പോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല. പിന്നെ വളരെ ലൈറ്റായിരിക്കും നിങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത്.